ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മത് എന്നുള്ള വാക്കാണ്. അപ്പോൾ മത് എന്ന് വെച്ചാൽ അരുത് എന്നാണ്. അപ്പോൾ തൂ മത് ജ എന്ന് പറഞ്ഞാൽ നീ പോകരുത് എന്നാണ്. അപ്പോൾ ജാന എന്ന് വെച്ചാൽ പോകുക, മത് ജ എന്ന് വെച്ചാൽ പോകരുത്. അപ്പോൾ നമ്മൾ തൂ തും ആപ്പൊക്കെ വെക്കുമ്പോൾ സെന്റൻസിൽ എങ്ങനെയാണ് വ്യത്യാസം വരാന്നുള്ളത് മുൻപേ പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ മത്തിന്റെ ഒപ്പം തന്നെ തൂയും തുമ്മും ആപ്പും വരുമ്പോൾ എന്താണ് ചേഞ്ച് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നീ പോകരുത് എന്ന് വെച്ചാൽ തൂ മത് ജ, നിങ്ങൾ പോകരുത് എന്നാണെങ്കിൽ തും മത് ജാവോ, താങ്കൾ പോകരുത് എന്നാണെങ്കിൽ ആപ് മത് ജായിയെ എന്നാണ് വരിക. അതുപോലെ തന്നെ ഉധർ എന്ന് വെച്ചാൽ അവിടെ. അപ്പോൾ തൂ ഉധർ മത് ജാ എന്ന് വെച്ചാൽ നീ അവിടെ പോകരുത്. തും ഉധർ മത് ജാവോ, നിങ്ങൾ അവിടെ പോകരുത്. ആപ് ഉധർ മത് ജായിയെ, താങ്കൾ അവിടെ പോകരുത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ആക്ടിവിറ്റി, ഭാഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുക എന്നാണ്. അപ്പോൾ അത് ഈ തൂ തും ആപ്പ് അതുപോലെ തന്നെ മത്ത് ചേർത്തിട്ട് ഇതേപോലെ സെന്റൻസ് ആക്കിയിട്ടൊന്ന് കോമെന്റ്സിൽ എഴുതുക കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ പോലെ തന്നെ മത്ത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ തൂ തും ആപ്പ് വരുമ്പോൾ എന്താണ് സെന്റൻസിൽ വ്യത്യാസം വരിക. അപ്പോൾ നീ ഓടരുത്, നിങ്ങൾ ഓടരുത്, താങ്കൾ ഓടരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കോമെന്റ്സിൽ എഴുതുക കേട്ടോ.